താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുള്ളും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. പാടാൻ എളുപ്പമാണ്, കേൾക്കാനും കൊള്ളാം. പക്ഷെ അങ്ങനെ ഒരു രാത്രി താനേ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ മെത്തേ കിടക്കേണ്ടി വരുമ്പോഴാണ് ഉറക്കമില്ലായ്മയുടെ ദുരിതം നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ഉറക്കവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഉറക്കം എന്നുള്ളത് ഒരാരോഗ്യ പ്രശ്നമായി എൻ്റെ ചെറുപ്പകാലത്തൊന്നും കണ്ടിരുന്നില്ല. പായ കണ്ടാൽ കിടന്നുറങ്ങുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. ഉറങ്ങാൻ പറ്റിയില്ല എന്നൊരു പരാതി എൻ്റെ വീട്ടിലെ മുതിർന്നവരാരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വേറെ ആരെങ്കിലും ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ പോകുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നതേയില്ല. എൻ്റെ അയൽവക്കത്ത് ഏറെ നാൾ കഴിഞ്ഞ് എനിക്കൊരു 10-18 വയസ്സെങ്കിലും ഉള്ളപ്പോഴാണ് എൻ്റെ അയൽവക്കത്തൊരു ബിസിനസ് തുടങ്ങിയ, ചെറിയൊരു കച്ചവടം തുടങ്ങിയ ഒരാൾ ഉറക്കപ്രയാസം കാരണം ഉറക്ക ഗുളിക കഴിക്കുന്നു എന്ന് ഞാൻ കേട്ടു. ഒരത്ഭുതമായിരുന്നു അത്. ഉറങ്ങാനും മരുന്ന്, ഉറങ്ങാൻ മരുന്ന് കഴിക്കേണ്ടി വരിക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലമാണ് ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാലം. ഉറക്ക സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതൊരു ആരോഗ്യ പ്രശ്നമേ ആയിരുന്നില്ല. എപ്പോൾ തുടങ്ങിയാണ് നമ്മുടെ ഉറക്കം പോകാൻ തുടങ്ങിയത്? മൊത്തം ലോകത്തെ ഓരോ ജനതയുടെയും ഉറക്കം ഒരു വിഷയമായി വന്നത് എങ്ങനെയാണ്? അത് വളരെ സ്വാഭാവികമായി നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ മനുഷ്യനുണ്ടായ കാലം തുടങ്ങി ഉണ്ടായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ മനുഷ്യൻ നേരിടുന്ന നിരവധി പ്രയാസങ്ങളുടെ കാരണവും ഈ ഉറക്കമാണ്. പൂച്ചകൾ താഴെ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്പം ഉയരത്തിൽ എവിടെയെങ്കിലും കയറിയിരുന്നേ സാധാരണ പൂച്ചകൾ ഉറങ്ങുകയുള്ളൂ. കാരണം ഉറങ്ങുന്ന സമയം ഒരു അപകടം പിടിച്ച സമയമാണ്. അതിനെ ഇരയാക്കുന്ന ജീവികൾ ഒരു പ്രയാസവും കൂടാതെ അതിനെ ആഹാരമാക്കും. അതുകൊണ്ട് എല്ലാ ജീവികളും ഉറക്കത്തെ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഉറങ്ങാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലം ഉറക്കത്തിന് വേണം. അല്ല എങ്കിൽ ഏതെങ്കിലും വന്യമൃഗം ഭക്ഷണമാക്കും. അങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും മനുഷ്യൻ ഗുഹകളിൽ കയറി ഇരിക്കാനും ഉറങ്ങാനും തുടങ്ങിയത്. മരത്തിൻ്റെ മീതെ കയറി ഉറങ്ങാൻ നോക്കിയിട്ടുണ്ടാവണം. പക്ഷെ അത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്. ഉറങ്ങുമ്പോൾ താഴെ വീണ് അപകടം ഉണ്ടാവാം. അല്ലെങ്കിൽ മരത്തിൻ്റെ മീതെയും പാമ്പുകൾ, മലമ്പാമ്പ് കയറി വന്നൊന്നു വരാം. മറ്റ് മരം കയറുന്ന മൃഗങ്ങളും മനുഷ്യനെ ആഹരിച്ചു എന്ന് വരാം. ആ ഗുഹയ്ക്ക് മുന്നിൽ ഒരു കല്ല് ഉരുട്ടിക്കൊണ്ടു വയ്ക്കാനുള്ള വികാസം മനുഷ്യബുദ്ധിക്കുണ്ടായി. ഗുഹകളില്ലാത്തിടത്ത് അവൻ ഗുഹ പോലെ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അതിലൊരു സുരക്ഷിതത്വമുണ്ട്. ആ ഗുഹകൾ വളർന്ന്
വീടുകളായി, വീടുകൾ വളർന്ന് ഫ്ലാറ്റുകളായി. ഇപ്പോൾ വീടും ഫ്ലാറ്റും മുട്ടിയിട്ട് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. നാട് മുഴുവൻ വീടുകളാണ്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഈ വീടുകൾ ഇങ്ങനെ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യകത കിടന്നുറങ്ങാൻ സുരക്ഷിതമായൊരു സ്ഥലം വേണം. എൻ്റെ ചെറുപ്പത്തിൽ നാട് മുഴുവൻ കണ്ടിട്ടുള്ളത് വീട് ഉറങ്ങാനും ഭക്ഷണം പാചകം ചെയ്യാനും. കുളിയെല്ലാം കുളത്തിലും പുഴയിലും തോടുകളിലുമൊക്കെയാണ്. പിന്നീട് കുളിയും വീട്ടിലായി. വീടുകളിൽ അല്ലായിരുന്നു പ്രാർത്ഥന. പ്രാർത്ഥനയൊക്കെ അമ്പലത്തിലോ പള്ളിയിലോ ആണ്. പിന്നീട് വീട്ടിൽ പൂജാമുറികൾ ഉണ്ടാകാൻ തുടങ്ങി. വീടിന് ഒരു പ്രാധാന്യം കൂടെ. ഇപ്പോൾ വീടുകളിൽ ഹോം തിയേറ്റർ വരെയുണ്ട്. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ വീടുകളിൽ ഒരു സിനിമാശാല ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ആരും ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ വീടിന് മറ്റൊരാഭരണം കൂടെ ഹോം തിയേറ്റർ. എൻ്റെ ചെറുപ്പകാലത്ത് ഓലപ്പുരയാണ്. മഴ പെയ്ത് ഉറക്കം ഉണർന്നു, ദേഹത്ത് വെള്ളം വീണു. എഴുന്നേറ്റ് പായ വലിച്ച്, കട്ടിലൊന്നുമില്ല. 50 കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ 60 കൊല്ലത്തിൻ്റെ കാലമാണ് ഞാൻ ഈ പറയുന്നത്. ബെഡ്റൂമില്ല, ഡൈനിങ് റൂമില്ല, റിസപ്ഷൻ ഉള്ള സിറ്റിംഗ് റൂമില്ല, പോർട്ടിക്കോ ഇല്ല. കാറ് കയറ്റിയിടുന്ന വീടെന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ അരികത്തൂടെ വന്നിട്ടില്ല. കാർ പോർച്ച് ഉണ്ടാക്കുക ഒന്നുമില്ല. വീടുകളിലെ മുറികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുറിയൊന്നുമില്ല. അങ്ങനെ ഉള്ളിൽ വാതിലൊന്നുമില്ല, പുറത്തു ഭാഗത്തൊരു വാതിൽ. അതുപോലെ എപ്പോഴും ഓല കൊണ്ടുണ്ടാക്കി വാരി വെച്ച് ചാരി വെച്ചിട്ട് പോകും. ഇപ്പം മലയപ്പുഴയന മഴ വന്ന നാൾ ഒരു വാഴ നട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട്, മലയപ്പുഴയൻ്റെ വീടിന് ഏത് വാതിലാണ് ഉണ്ടായിരുന്നത്? മണിച്ചിത്രത്താഴിട്ടാണോ പൂട്ടിയിരുന്നത്? ഒന്നുമില്ല. നായ കയറാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചാരി വയ്ക്കും. പിന്നീട് മലയപ്പുലയൻ ഒരു റേഡിയോ വാങ്ങി, ട്രാൻസിസ്റ്റർ. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആരെങ്കിലും കീഴ് എടുത്തിട്ട് പോയാലോ? ഇപ്പോൾ ഒരു കമ്പിക്കഷണം വളച്ച് ഞെക്കുമ്പോൾ അടയുന്ന ടൈഗറിൻ്റെ താഴ് നമ്മൾ വാങ്ങാൻ തുടങ്ങി. വീട്ടിലൊരു സാധനം ഇരിപ്പുണ്ട്, ഒരു നിധി ഇരിപ്പുണ്ട്, വിലപ്പെട്ടതൊന്ന്. നസറുദ്ദീൻ മുല്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീടെല്ലാം തുറന്നു മലർത്തിയിട്ട് ജനലും വാതിലും എല്ലാം തുറന്നിട്ടിട്ട് പോകും. തിരിച്ച് വീട്ടിൽ വന്ന് കയറിയാൽ ജനലും വാതിലും എല്ലാം അടച്ചു പൂട്ടി അകത്ത്. ആളുകൾക്ക് മുഴുവൻ അത്ഭുതമാണ്. ഈ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ വട്ടാണെന്നറിയാം, എന്നാൽ ഇത്രയും വട്ട് മൂക്കുമോ മനുഷ്യന്? അവസാനം ഒരാൾ മുല്ലയോട് ചോദിച്ചു, മുല്ല, ഞങ്ങളൊക്കെ പുറത്ത് പോകുമ്പോഴാണ് വീട് അടച്ച് പൂട്ടി ഭദ്രമാക്കി പോകുന്നത്. തിരിച്ച് വീട്ടിൽ കയറി വന്നാൽ തുറന്നിടും. ഈ മുല്ല മാത്രം എന്താണ് ഇങ്ങനെ തലതിരിഞ്ഞ് ചെയ്യുന്നത്? മുല്ല പറഞ്ഞു, നിങ്ങളെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെന്താണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അടച്ചു പൂട്ടിയിട്ട് പോവുകയും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തുറന്നിടുകയും ചെയ്യുന്നത്? അതെന്താണെന്ന് മുല്ല ഇങ്ങോട്ട് ചോദിക്കുന്നു. അല്ല, അയാൾ പറഞ്ഞു, അങ്ങനെയല്ലേ വേണ്ടത്. മുല്ല പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന പോലെയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ വീടും ജനലും വാതിലും ഒക്കെ തുറന്നിടണം. തിരിച്ച് വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ തുറന്നിടാം. അതെങ്ങനെയാണ്? ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീട്ടിലെ വിലപ്പെട്ടത് എവിടെയാണ്? പുറത്താണ്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടത് ഏതാണ്? വീട്ടിനകത്തല്ലേ. അപ്പോൾ അടച്ച് സംരക്ഷിക്കണ്ടേ, ഭദ്രമാക്കണ്ടേ? നമുക്ക് മറിച്ചാണ്. നമുക്ക് വീട്ടിലിരിക്കുന്ന റേഡിയോയും ടി വിയും അല്പം കാശും അതൊക്കെയാണ് വിലപ്പെട്ടത്.
എങ്ങനെയായാലും നമുക്ക് കിടന്നുറങ്ങണം. ഉറങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ല, ആർക്ക് വന്നും എന്തും ചെയ്യാം. ഒരു കണക്കിന് ഉറക്കമില്ലാതെ വരുന്നൊരു അനുഗ്രഹമാണല്ലേ. ഒരു കണക്കിന് ഉറക്കമില്ലാതാകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഉറക്കമില്ലാത്തതിൻ്റെ ദുരിതം മനസ്സിലാവുള്ളൂ. ഒരു രാത്രി പോലും, ഒരു പാട്ടുണ്ടല്ലോ, താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. പാടാൻ എളുപ്പമാണ്, കേൾക്കാനും കൊള്ളാം. പക്ഷെ അങ്ങനെ ഒരു രാത്രി താനേ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ മെത്തേ കിടക്കേണ്ടി വരുമ്പോഴാണ് ഉറക്കമില്ലായ്മയുടെ ദുരിതം നമ്മൾ മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസം എഴുന്നേറ്റാലോ ആകെ ക്ഷീണം, ഒന്നിനൊരു ഉത്സാഹമില്ല, ഉന്മേഷമില്ല, മനസ്സിൻ്റെ നിയന്ത്രണവും കുറഞ്ഞിരിക്കും. ഒരൊറ്റ രാത്രിയിലെ ഉറക്കം വൈകിയാൽ പോലും പിറ്റേ ദിവസം കാണുന്നവർ നമ്മളോട് പറയും, എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ ചീർത്ത് മുഖം ആകെ കൂടെ കാണുന്നവർക്ക് പോലും തിരിച്ചറിയാവുന്ന രീതിയിൽ ഫിസിക്കലായ ചേഞ്ച് വരികയാണ്. നമുക്ക് പെട്ടെന്ന് അരിശം വന്നു വരും, ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം വരിക, നമ്മുടെ മനോനിയന്ത്രണം നഷ്ടപ്പെടുക. അത് തുടങ്ങി വേണ്ടത്ര ശോധന കിട്ടാതെ വരുന്നവരുണ്ട്. ഉറക്കം ശരിയായില്ല എങ്കിൽ ദഹനം, വിശപ്പ് വേണ്ടത്ര വരാതെ വരും. ഇങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള പ്രയാസങ്ങളിലേക്കാണ് ഉറക്കമില്ലായ്മ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്.